ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ഫസ്റ്റ് നൈറ്റ് വിത്ത് ഡ്യൂക്ക് എന്ന കൊറിയൻ ഡ്രാമയുടെ 8ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ പുതിയൊരു ക്യാരക്ടറായിട്ടുള്ള പ്രിൻസ് സിയോങ് കൂടി എത്തിയിരിക്കുകയാണ്. മാത്രമല്ല പ്രിൻസ് സിയോങ് നമ്മുടെ പ്രിൻസ് ആയിട്ടുള്ള ഈബണ്ണെ കാണുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ദേഷ്യത്തോടെ തന്നെ നോക്കുന്നത് വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആദ്യം ദേഷ്യത്തോടെ നോക്കിയെങ്കിലും പിന്നെ പ്രിൻസ് സിയോങ് ആകട്ടെ വളരെ വിയേർഡായിട്ട് ചിരിച്ച് നേരെ തന്നെ ഈബന്റെ അടുത്ത് പോയിട്ട് കുറെ നാളായാലും നിന്നെ കണ്ടിട്ട് എന്നൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഈബൺ ആകട്ടെ ഈ ഒരു സമയത്ത് ഒട്ടും തന്നെ അവനെ മൈൻഡ് ചെയ്യാണ്ട് നേരെ തന്നെ ചായയുടെ അടുത്തേക്ക് പോവാണ്. മാത്രമല്ല പ്രിൻസ് സിയോങ്ങിന്റെ മുമ്പിൽ വെച്ച് അവളെ തന്നെ ഫിയാൻസി ആയിട്ട് അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം പ്രിൻസ് സിയോങ് ആകട്ടെ തനിക്ക് ഓൾറെഡി ചായന് പരിചയമുണ്ടെന്നും പണ്ട് ചെറുപ്പത്തിൽ വെച്ച് അവരിരുവരും മാരി ചെയ്യുമെന്ന് തീരുമാനിച്ചതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈബൺ ആകട്ടെ അവൻ പറയുന്ന ഒന്നും തന്നെ മൈൻഡ് ചെയ്യാണ്ട് ചായനെയും കൂട്ടി അവിടെ നിന്ന് പോകുമ്പോൾ അവൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും എല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നും ചാ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഈബൺ ഇപ്പോൾ അവളുടെ അടുത്ത് അവരുടെ ഇടയിലുള്ള മൊമെന്റ്സ് ഒക്കെ വളരെ പ്രഷ്യസ് ആണെന്നും അതുകൊണ്ട് പ്രിൻസ് സിയോങ്ങിനെ പോലെ ഒരാളുടെ കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാണ് നമ്മുടെ നല്ല ടൈം കളയുന്നതെന്നും ചോദിച്ച് അവർ ആ ഒരു ഡിസ്കഷൻ അവിടെ നിർത്തുകയാണ്. അങ്ങനെ പിന്നീട് ഈബൺ ചായക്ക് ആ ഒരു ബൊക്കറ്റ് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ചാ അവന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവള് നേരത്തെ പർച്ചേസ് ചെയ്ത ആ ഒരു കപ്പിൾ ബ്രേസ്ലെറ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് റൊമാൻറ്റിക് ആയി കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരുന്ന അതേ ടൈമിൽ തന്നെ അവരിങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ചായയുടെ അച്ഛനായിട്ടുള്ള മിനിസ്റ്റർ കണ്ടിട്ട് വളരെ ദേഷ്യത്തോടെ ചായയുടെ പേര് വിളിക്കുമ്പോൾ അത് കേട്ട് അവർ രണ്ടുപേരും ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതേ ടൈമിൽ മറ്റൊരിടത്ത് അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു വീട്ടില് ചായും ഈബണും തമ്മിലുള്ള ആ ഒരു റിലേഷൻ അറിഞ്ഞ് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് പ്രിൻസ് സിയോങ്. മാത്രമല്ല അവര് കുട്ടികളായിരുന്ന സമയത്ത് പരസ്പരം കണ്ട് സംസാരിച്ചതും ചായക്ക് ഒരു മുറിവ് പറ്റി അതിന്റെ വിഷമത്തിൽ അവൾ ഇരിക്കുമ്പോൾ സിയോങ്ങിന് അവളുടെ അടുത്ത് ഒരു അട്രാക്ഷൻ തോന്നി അവളെ ഫസ്റ്റ് ടൈമിൽ കിസ് ചെയ്തിട്ട് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവൾ എന്തായാലും വലുതാകുമ്പോൾ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതൊക്കെ അവൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. മാത്രമല്ല ചായനെ ആദ്യമായിട്ട് കണ്ടതും പരിചയപ്പെട്ടതും ഒക്കെ താനാണെന്നും അതിന്റെ ഇടയിൽ ഒരിക്കലും ഈബൺ വരരുത് അവനിപ്പോ ആഗ്രഹിക്കുന്നുണ്ട്. ഇതേ നേരത്ത് ചായയും ഈബണും അങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് കാണുന്ന ചായയുടെ അച്ഛനിപ്പോ അവൾ അവളുടെ റൂമില് പൂട്ടിയിട്ടിരിക്കുകയാണ്. മാത്രമല്ല അവളുടെ വീട്ടിലുള്ള എല്ലാവരോടും കൂടിയിട്ട് ഇനി അവളെ പുറത്തേക്ക് വിട്ട അവൾ ഈ കുടുംബത്തിന്റെ മാനവും അന്തസ്സൊക്കെ കളയെന്ന് പറഞ്ഞ് അവളെ തുറന്ന് പുറത്തേക്ക് വിടരുതെന്നും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയാണ്. ഈ ഒരു കാര്യം അവളുടെ മേഡിലൂടെ ഈബൺ അറിയുമ്പോൾ അവനും ഇത് കേട്ട് ആകെ വിഷമമാകുന്നുണ്ട്. ഇതേ നേരം അവിടേക്ക് വന്ന പ്രിൻസ് സിയോങ് ആകട്ടെ ഇപ്പൊ കിങ്ങിനെ കാണാനായിട്ട് ചെന്നിരിക്കുകയാണ്. അവിടെ വെച്ചാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ കിങ് രാജാവായിട്ട് കയറുന്ന സമയത്ത് ഒരുപാട് പേരെ കൊല്ലേണ്ടി വന്നിട്ടുണ്ടെന്നും അതിൽ ഈ സിയോങ്ങിന്റെ പാരന്റ്സും കൂടി ഇൻക്ലൂഡഡ് ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ സിയോങ്ങിനെ കാണുമ്പോൾ ആ ഒരു കിങ് നിന്റെ പാരന്റ്സിനെ കൊന്ന എന്നെ കാണാനായിട്ട് നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണെന്നും ഇപ്പൊ തനിക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ പരിഭവവും ഓർമ്മയൊന്നും ഇല്ലെന്നും ഇപ്പോൾ തന്നെ ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരുപാട് കൺട്രികളൊക്കെ കണ്ട് കുറെ പുതിയ എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു റെയർ ആയിട്ടുള്ള മെഡിസിൻ ഇപ്പൊ ആ ഒരു കിങ്ങിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവനിപ്പോ പക്ക ക്ലീൻ ആയിട്ട് തന്നെ കിങ്ങിന് മുമ്പിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്നുള്ള അവന്റെ ഈ ഒരു വരവും അവന്റെ മട്ടും ഭാവമൊക്കെ കാണുമ്പോൾ കിങ്ങിന് എന്തോ ചെറിയ കൺഫ്യൂഷൻ ഒക്കെ തോന്നുന്നുണ്ട്. ഇതേ നേരം പാവം നമ്മുടെ ഈബൺ ആകട്ടെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചായനെ അവരങ്ങനെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കാന്ന് അറിഞ്ഞിട്ട് വേറെ ഇങ്ങോട്ടും പോവാണ്ട് ആ ഒരു വീടിന് മുമ്പിൽ തന്നെ എപ്പോഴും വന്ന് അവൾക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചായന്റെ മേഡിലൂടെ ചാ അറിയുന്നുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും അവനായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി അവളിപ്പോ മേഡിനോട് പറഞ്ഞ് 2 ഗ്ലാസും ഒരു വലിയ ത്രെഡൊക്കെ ഉണ്ടാക്കി അത് വെച്ച് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് തന്നെ ഉപയോഗിച്ച് വീണ്ടും അവളുടെ മേഡിന്റെ സഹായത്തോടെ അത് ഈബന്റെ അടുക്കലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അത് വെച്ച് അവർ രണ്ടുപേരും കൂടി വളരെ ദൂരത്ത് നിന്ന് സംസാരിക്കുകയും അതിനിടയിൽ എന്റെ അച്ഛനെ കൺവിൻസ് ചെയ്യാനായിട്ട് തന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് എന്തോ അവള് സീക്രട്ട് ആയിട്ട് അവന്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ തന്നെ പെട്ടെന്ന് അവളുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്ന് ആ ഒരു ത്രെഡ് കട്ട് ചെയ്യുമ്പോൾ വീണ്ടും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഓപ്ഷനും അവിടെ കട്ടാകാണ്. അങ്ങനെ പിറ്റേ ദിവസം ഈബണിപ്പോ ചായയുടെ 3 ബ്രദേഴ്സിനൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിച്ചു കൊടുത്ത് അവരോട് സംസാരിക്കുകയാണ്. തലേ ദിവസം അവർ കമ്മ്യൂണിക്കേഷൻ ടൂൾ ഉപയോഗിച്ച് ചാ ഈവന്റെ അടുത്ത് പറഞ്ഞതും ഇതേ കാര്യമായിരുന്നു. മാത്രമല്ല തന്റെ ബ്രദേഴ്സിന് ഗിഫ്റ്റുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നും അവരത് വെച്ച് വലയ്ക്ക് വീഴ്ത്താന്നും പറയുമ്പോൾ ഈവൺ ഇപ്പോൾ അതേ കണക്കിന് ആദ്യം അവർക്ക് കുറെ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുമ്പോൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ആ ഒരു ഗിഫ്റ്റുകളെല്ലാം കാണുന്നവർക്ക് ഇനിയും ഈബണിനെതിരെ നിൽക്കാൻ തോന്നാണ്ട് അവരും ഇപ്പൊ ഈബണിന് സപ്പോർട്ടായിട്ട് അവൻ തങ്ങളുടെ ബ്രദറായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല അവരിലൂടെ ചായന്റെ അച്ഛനായിട്ടുള്ള മിനിസ്റ്റർക്ക് ഒരു
പ്രത്യേകതരം വൈൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഈവണിപ്പോ അതും സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും മിനിസ്റ്ററുടെ മുമ്പിൽ അവന്റെ പ്ലാൻസ് ഒന്നും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു വഴിയായിട്ട് എങ്ങനെയെങ്കിലും അവളുടെ അച്ഛനെ കൊണ്ട് തങ്ങളുടെ റിലേഷൻഷിപ്പ് സമ്മതിപ്പിക്കാനായിട്ട് ഈവണിപ്പോ വേറെ ഒന്നിനെയും പറ്റി ചിന്തിക്കാതെ നേരെ അവളുടെ വീടിന് മുമ്പിലായിട്ട് ഒരു പായ ഇട്ടിട്ട് അതിനു മുമ്പിൽ ഇരിക്കുകയാണ്. അവളുടെ അച്ഛൻ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നവരെ താൻ അവിടെ നിന്ന് അനങ്ങില്ലെന്നും അവനിപ്പോ പറയുന്നുണ്ട്. അങ്ങനെ കുറെ നേരം ആ ഒരു മഞ്ഞത്ത് ഇത്തിരി പോലും അനങ്ങാതെ അവൻ ഇരിക്കുമ്പോൾ ലാസ്റ്റ് അവളുടെ അച്ഛൻ വന്നിട്ട് അവനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് അവനോട് മനസ്സ് തുറന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശരിക്കും അവന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അല്ല അവരുടെ റിലേഷൻ താൻ ആക്സെപ്റ്റ് ചെയ്യാത്തതിനും പകരം ഈബണ് വളരെ ചെറിയ കാലഘട്ടം മുതലേ കിങ്ങിന് വേണ്ടി പലരെയും കൊന്ന് തന്റെ കയ്യിലൊക്കെ ബ്ലഡ് ആക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും അതുകൊണ്ട് തന്നെ അവന് ഒരുപാട് ശത്രുക്കളുണ്ടെന്നും അതുകൊണ്ട് ചാവന് കല്യാണം കഴിച്ച് അവന് കുട്ടികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈബന്റെ ശത്രുക്കളെല്ലാം ഇപ്പൊ ചായനെയും അവരുടെ കുട്ടികളെയും ഉപയോഗിച്ച് അവനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അത് അവന് തന്നെ പിന്നീട് ഒരു കുഴപ്പമാവുമെന്നും അത് ചായക്കും വല്ലാത്ത റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും അദ്ദേഹം പറയുമ്പോൾ ആദ്യമായിട്ട് ഒന്നും തിരിച്ചു പറയാൻ പറ്റാതെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ഈബൺ. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴത്തെ ചായയുടെയും ഈബന്റെയും ആ ഒരു അവസ്ഥയും അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു സ്നേഹത്തിനെ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അവളുടെ അച്ഛനപ്പോ അവരുടെ റിലേഷൻഷിപ്പിനെ താൻ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യാമെന്നും പക്ഷെ അതിനു മുമ്പ് ഇനി ഒരിക്കലും അവര് വിവാഹത്തിന് മുമ്പ് നൈറ്റ് ഒരിക്കലും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യരുതെന്നും പബ്ലിക്കായി വളരെ ക്ലോസ് ആയിട്ട് ഇടപെടുകരുതെന്നും അവളുടെ അച്ഛനപ്പോ ഈബനെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചിട്ട് പിന്നീട് അദ്ദേഹം അവളുടെ അമ്മേനെ വിളിച്ചിട്ട് ചായനെ തുറന്നു വിടാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം കേട്ട് വളരെ സന്തോഷത്തിലാകുന്ന അവളുടെ അമ്മ നേരെ അവളുടെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് ചായയും അവളുടെ മേഡും ഇല്ലെന്ന് ആ ഒരു അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഇതേ നേരം നമ്മുടെ ചായനെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോ ഭ്രാന്ത് വന്നിട്ട് എങ്ങനെയൊക്കെയോ ആ ഒരു റൂമിന് വെളിയിലിറങ്ങി അവളുടെ മെയ്ഡിനെ കൂട്ടിയിട്ട് ഒരു ഷാമനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇതേ നേരത്തെ തന്നെ ആ ഒരു ഷാമന്റെ മേത്ത് നമ്മൾ ഇതിനു മുമ്പ് പല സീൻസിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മൗണ്ടൻ ഗോഡ് കയറിയിട്ട് പുള്ളിക്കാരൻ ആ ഒരു ഷാമന്റെ ഉള്ളിലിരുന്ന് നമ്മുടെ ചായനെ നോക്കി അവള് ശരിക്കും ഈ ഒരു ലോകത്തിലെ അല്ലെന്നും നീ എന്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മാത്രമല്ല എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഈ അടുത്ത് തന്നെ നിന്റെ ലൈഫിൽ ഉണ്ടാവുമെന്നും ആ ഒരു സമയത്ത് നീ കറക്റ്റ് ആയിട്ടുള്ള ചോയ്സസ് എടുക്കേണ്ടി വരുമെന്നും ഇപ്പൊ ആ ഒരു ഷാമൻ പറയുന്നത് കേട്ടിട്ട് ചായ്ക്ക് എന്തോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു ഷാമൻ പറഞ്ഞതുപോലെ ചാ ശരിക്കും ഈ ഒരു ജോസിയൻ എരയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളല്ല, പകരം അവള് റിയൽ വേൾഡിലെ ആയതുകൊണ്ട് ഒരു ഷാമൻ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കാണ്. മാത്രമല്ല മൗണ്ടൻ ഗോഡ് വരുന്നേക്കാളും മുമ്പ് ആ ഒരു ഷാമൻ അവൾക്കും അവളുടെ ലവ് ലൈഫിനും നല്ലത് വരുമെന്ന് പറഞ്ഞ് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ആമുലറ്റ് അവളിപ്പോ നേരെ ഈബന്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. കാരണം ആ ഒരു ആമുലറ്റ് നേരെ അവൾ ഈബന്റെ റൂമിൽ കൊണ്ടുവെക്കണമായിരുന്നു. പക്ഷേ ഇതേ ടൈമിൽ ഈബൻ ആകട്ടെ ഓൾറെഡി അവളുടെ അച്ഛന് ഒരു പ്രോമിസ് കൊടുത്തതുകൊണ്ട് അവളുടെ അച്ഛൻ അവരുടെ റിലേഷൻഷിപ്പിന് സമ്മതിച്ചൊന്നും പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ വളരെ സമാധാനത്തോടെ അവിടെ നിന്ന് പറഞ്ഞയക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവളാകട്ടെ അവനെ ടെംപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതും കൂടി കാണുമ്പോൾ ഈബിനപ്പോ നേരെ അവളെ പൊക്കിയെടുത്തിട്ട് പുറത്തിറക്കി നേരെ അവന്റെ വാതിലുകളൊക്കെ അടച്ചിടുന്നുണ്ട്. അങ്ങനെ തിരിച്ച് അവൻ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വീട്ടിൽ ആരോ ഒരു ലെറ്റർ ഒരു ആരോയിൽ തറച്ചു വെച്ചിരിക്കുന്നതും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതില് നീ ഇപ്പൊ ജീവിക്കുന്നത് ബ്ലഡിന്റെ പുറകിലാണെന്നും അതുകൊണ്ട് നീയും നിന്റെ ചുറ്റുമുള്ളവരും സേഫ് ആവില്ല എന്നുള്ളൊരു ഭീഷണിയായിരുന്നു ആ ഒരു കത്തിനകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഇപ്പൊ കിങ്ങിന്റെ ഓർഡർ പ്രകാരം ഇവിടെ നടക്കുന്ന ഒരു ഗെയിമില് രണ്ട് ടീമുകളായിട്ട് പ്രിൻസുമാരായിട്ടുള്ള ഈബണ്ണും സിയോങ്ങിനും പങ്കെടുക്കേണ്ടി വരുന്നുണ്ട്. ബുദ്ധിയുടെയും കരുത്തിന്റെയും ഒക്കെ ഒരു ഗെയിം ആയതുകൊണ്ട് അവരെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് കിങ് ഇപ്പൊ ഇങ്ങനെ ഒരു ഗെയിം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതില് റെഡ് ഇട്ടവര് ഈബന്റെയും ബ്ലൂ ഇട്ടവര് സിയോങ്ങിന്റെയും ടീമായിരുന്നു. അങ്ങനെ ഹോക്കിയൊക്കെ പോലെ കളിക്കുന്ന ഈ ഒരു ഗെയിം തുടങ്ങുമ്പോൾ പ്ലെയേഴ്സ് ആ ഒരു പന്തിന് അവരുടെ കയ്യിലുള്ള സ്റ്റിക്ക് വെച്ച് അതിനെ അടിച്ച് ഉരുട്ടി ഗോൾ പോസ്റ്റിലേക്ക് ഇടണം എന്നതായിരുന്നു അവരുടെ ടാസ്ക്. അങ്ങനെ ഗെയിം തുടങ്ങുമ്പോൾ മുതല് ഈബനാകട്ടെ അതിൽ നന്നായി കളിച്ച് നല്ല പോലെ തന്നെ മാർക്കുകളൊക്കെ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗെയിമില് ഈബന്റെ ടീമിലായിട്ട് നമ്മുടെ ജങ്ങും ഉണ്ട് കേട്ടോ. അങ്ങനെ ഈബന്റെ ടീമില് 4 പോയിന്റ്സും സിയോങ്ങിന്റെ ടീമില് 0 പോയിന്റ്സും ആവുമ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു കളിയിൽ ജയിക്കാൻ വേണ്ടിയിട്ട് സിയോങ് ഇപ്പോൾ ഒരു ഫോൾ പ്ലേ ഒക്കെ നടത്തി തന്റെ ടീമിലെ പ്ലെയേഴ്സിനെ വെച്ച് മനഃപൂർവ്വം ഇവന്റെ മാത്രം 4 ഭാഗത്തു നിന്നും അറ്റാക്ക് ചെയ്ത് അവന് ബ്ലോക്ക് ചെയ്ത് അവന്റെ ശ്രദ്ധ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് നേരെ തന്നെ അവനിപ്പോ ആ ഒരു ഗോൾ അടിച്ച് അങ്ങനെ ഒരു പോയിന്റ് നേടുന്നുണ്ട്. അങ്ങനെ പിന്നീട് അങ്ങോട്ടുള്ള കളികളിലൊക്കെ യോങ് ഫോൾ പ്ലേ കളിച്ച് മാത്രമല്ല അവന് പ്ലെയേഴ്സിനെ വെച്ച് ഈബണ്ണെ അറ്റാക്ക് ചെയ്തും അവനെ ഉപദ്രവിച്ചും അങ്ങനെ കളിക്കുന്നതിന്റെ ഇടയിൽ മനഃപൂർവ്വം തന്നെ അവന്റെ ടീമിലുള്ള ജങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിയോങ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബോൾ സ്റ്റിക്ക് നേരെ ജങ്ങിന്റെ മേത്തേക്ക് അറിയുമ്പോൾ അത് ജങ്ങിനെ കൊണ്ട് അവനൊന്നും പറ്റാതിരിക്കാനായിട്ട് ഈവൺ ഇപ്പോൾ അവന്റെ കയ്യിലിരിക്കുന്ന സ്റ്റിക്ക് അവിടേക്ക് എറിയുമ്പോൾ അത് രണ്ടും കൂടി നേരെ ചെന്ന് പോയി വീഴുന്നത് ഒരു കിങ് ഇരിക്കുന്ന സ്ഥലത്തേക്കാണ്. ഇതിന് മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം നടന്നതുകൊണ്ട് തന്നെ ഈബണ് ഇങ്ങനോട് ആകെ സോറി ചോദിച്ച് അപ്പോളജൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിപ്പോ ഗെയിമിനിടയിൽ സംഭവിച്ചതല്ലേന്നും മാത്രമല്ല ഇന്നത്തെ ഗെയിം ഇതിൽ സീരിയസ് ആയതുകൊണ്ട് ഇനി പിന്നൊരു ദിവസം കളിക്കാമെന്ന് പറഞ്ഞ് ആ ഒരു ഗെയിം ഇപ്പോൾ കിങ് അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനില് ജങ് ഇപ്പോൾ
ഒത്തിരി ഇഷ്ടമുള്ള ഊണിനെ പോയിട്ട് കണ്ടിട്ട് അവൾക്ക് ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്ത് അവളോട് അവന്റെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവളും തിരിച്ച് അവൾക്കും ജങ്ങിന്റെ അടുത്ത് അതുപോലെ ഫീലിങ്സ് ഉള്ള കണക്കിനാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അങ്ങനെ അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി ജങ് ഇപ്പൊ വളരെ സന്തോഷത്തിൽ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ചായ്ക്ക് ഈബൺ എഴുതിയിരിക്കുന്നതായിട്ട് അവരാദ്യം കണ്ട ആ ഒരു സ്ഥലത്തേക്ക് വരാനായിട്ടുള്ളൊരു മെസ്സേജ് കിട്ടുന്നുണ്ട്. വീണ്ടും തിരികെ ജങ്ങിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോ ഊണിന്റെ അടുത്ത് ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഊണിന്റെ ഒരു ടവല് അവന്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കി അത് തിരികെ റിട്ടേൺ ചെയ്യാനായിട്ട് അവിടേക്ക് പോകുമ്പോൾ ഊണിപ്പോ വളരെ സീക്രട്ട് ആയിട്ട് എങ്ങോട്ടോ കയറി പോകുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ചായ ആകട്ടെ ആ ഒരു ലെറ്ററിൽ ഗീബൺ എഴുതിയിരിക്കുന്ന അവരുടെ ഫസ്റ്റ് മീറ്റ് ചെയ്ത ആ ഒരു പ്ലേസിലേക്ക് ചെന്നിട്ട് അവനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കവേ തന്നെ ആരോ ഒരാള് ബാക്കി കൂടെ വന്ന് അവളെ പിടിച്ചുകൊണ്ട് ബോധം കെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം ഗീബൺ അവളുടെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് തന്റെ പേരിൽ ആരോ അവൾക്ക് ലെറ്റർ അയച്ചോന്നും അവിടേക്കാണ് അവൾ പോയിരിക്കുന്നതെന്നും അവൻ അറിയുന്നത്. എന്നാൽ ഇതേ നേരത്തെ തന്നെ മറ്റൊരിടത്ത് പ്രിൻസ് ആയിട്ടുള്ള സിയോങ്ങും വേറെ ഒരുപാട് ഒഫീഷ്യൽസും കൂടി ഒരുമിച്ചിരുന്ന് കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യവേ തന്നെ സിയോങ്ങിന്റെ വായിൽ നിന്ന് ബ്ലഡ് വരുമ്പോൾ അവൻ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ലേന്നൊക്കെ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ തനിക്ക് അതിലും വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ടെന്നും തന്റെ പഴയ സ്ഥാനങ്ങളൊക്കെ തനിക്ക് പിടിച്ചു പറ്റണമെന്നും എന്തോ മനസ്സിൽ കുറിച്ചിട്ട പോലെ സിയോങ് പറയുന്നുണ്ട്. ഇതേ നേരത്തെ തന്നെ മറ്റെവിടെയോ ചെറിയ ഒരു ഷെഡ് പോലുള്ളൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ട രീതിയിൽ ചായനെ ആരോ കൊണ്ടുവന്ന് കെട്ടിവെച്ചിരിക്കുന്നതും പിന്നീട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇന്നത്തോടുകൂടി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്നും അവളെ വളരെയധികം വേദനിപ്പിച്ച് കൊല്ലാനാണ് തന്നോട് ആ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞ് അവിടെ നിൽക്കുന്ന അയാളിപ്പോ ചായ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു സീനും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഈ ഒരു ഡ്രാമയിൽ പുതിയ ഒരു കഥാപാത്രമായിട്ടുള്ള പ്രിൻസ് സിയോങ് എത്തിയിരിക്കുകയാണ്. ഈ സിയോങ്ങും നമ്മുടെ ഈബണും തമ്മിൽ എന്താണ് ബന്ധം എന്നൊന്നും നമുക്കറിയില്ലെങ്കിലും ഈ സിയോങ്ങിന്റെ പാരന്റ്സിന്റെ മരണത്തിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഈബണ് എന്തോ ഒരു പങ്കുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല സിയോങ് പണ്ട് മുതലേ ചായനെ ആഗ്രഹിച്ചിരുന്നതാണെങ്കിലും ഇപ്പൊ ചാ ഈബണിന്റെ കൂടെ ഫിയാൻസി ആയി കൂടി വരുമ്പോൾ കാര്യങ്ങളൊക്കെ ആകെ തന്നെ കൈവിട്ടു പോവും. മാത്രമല്ല ഇതിനിടയിൽ കൂടെ ഊണെ ഇപ്പോൾ ആരോടോ പൈസയൊക്കെ കൊടുത്ത് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സോ അതുകൊണ്ട് ഇനിയും സോൾവ് ആവാത്ത ഒരുപാട് മിസ്റ്ററീസ് ഒക്കെ ഈ ഒരു ഡ്രാമയിൽ ഇപ്പോഴും ഉണ്ട്. സോ ഇനി വരുന്ന എപ്പിസോഡിൽ കൂടെ നമുക്ക് ഇതൊക്കെ തന്നെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.